ഡൽഹി ഭീകരാക്രമണ കേസിൽ അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അതിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഹവാല പണമിടപാട് അതിൽ നടന്നതായി അന്വേഷണ ഏജൻസികൾ ആദ്യമേ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ സ്വാഭാവികമായി നടന്നെന്നൊരു സംശയം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇതിൽ ED കൂടി അന്വേഷണത്തിൽ പങ്കാളിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഡൽഹിയിലാകട്ടെ, ഡൽഹി ഭീകരാക്രമണ കേസിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഹമാസ് മോഡൽ ആക്രമണം ആയിരുന്നു ഈ ഭീകരർ നടത്താൻ ഉദ്ദേശിച്ചത് എന്ന വാർത്തയാണ് ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ ഡ്രോൺ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്ന് വരുന്നു. ഇനി മറ്റൊന്ന്, ചെറിയ ചെറിയ റോക്കറ്റുകൾ നിർമ്മിക്കാൻ കൂടി ഇവർ ലക്ഷ്യമിട്ടിരുന്നു. ഇന്നലെ കശ്മീരിൽ ഒരു ഭീകരൻ അറസ്റ്റിലായിരുന്നു. വാർത്തകളിലൊക്കെ പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവും. ആ ഭീകരൻ ഈ റോക്കറ്റ് നിർമ്മാണത്തിനും ഡ്രോൺ നിർമ്മാണത്തിനും ഒക്കെ സാങ്കേതിക സഹായം നൽകിയിരുന്നു എന്നതാണ് അറിയുന്ന മറ്റൊരു വിവരം. എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഡൽഹിയിലേക്ക് തന്നെ എത്താം. ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? ചെങ്കോട്ട ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അൽഫലാഹ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസിൽ ED ഇപ്പോൾ റെയ്ഡ് നടത്തുകയാണ്. ഫണ്ടിംഗ് സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, അതായത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇപ്പോഴത്തെ ചെയർമാന് 9 കമ്പനികൾ കൂടിയുണ്ട്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് വന്ന പണം ഈ വെളുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഫണ്ടിംഗ് രൂപത്തിൽ പോയിട്ടുണ്ടോ എന്ന കാര്യവും ED യാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട വാർത്ത, ഭീകരർ ഡൽഹിയിൽ ഹമാസ് മോഡൽ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നുള്ളതാണ്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഭീകരാക്രമണം നടത്താനായിരുന്നു പദ്ധതി. ചെറിയ റോക്കറ്റുകൾ നിർമ്മിക്കുന്ന നടപടിയിലും ഇവർ ഏർപ്പെട്ടു എന്നാണ് കണ്ടെത്തിയത്. ഇന്നലെ അറസ്റ്റിലായ കശ്മീർ സ്വദേശി ജസീർ ബിലാൽ വാനിയാണ് ഇതിന് സാങ്കേതിക സഹായം നൽകിയത്. മാത്രമല്ല ശ്രീകാന്ത്, ഒന്നുകൂടി, ഈ ജമ്മു കാശ്മീരിൽ തുടക്കം മുതൽ തന്നെ പരിശോധന കർശനമാക്കിയിരുന്നു. ഈ ഒരു വാർത്തകൾ പുറത്തു വന്നതോടെ, അല്ലെങ്കിൽ ഡൽഹി ഭീകരാക്രമണം നടന്ന ആ സമയം മുതൽ തന്നെ, അതിനു മുമ്പും ജമ്മു കാശ്മീരിൽ പരിശോധന ഒരിക്കലും അവസാനിച്ചിട്ടില്ല. പക്ഷെ ഒന്നുകൂടി കടുപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അവിടെ റെയ്ഡ് തുടരുന്നു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ടല്ലോ. നിലവിലിപ്പോൾ ജമ്മു കശ്മീരിൽ CIK, കൗണ്ടർ ഇന്റലിജൻസ് കശ്മീർ, നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ സംയുക്ത സംവിധാനമാണ്. അവയുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. നൌഗാം, ഷോപ്പിയാൻ, പഹൽഗാം ഉൾപ്പെടെയുള്ള ബെൽറ്റിൽ പരിശോധന പുരോഗമിക്കുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. കാരണം ഇവിടെ നിന്നുള്ള ആളുകൾ പ്രധാനമായും ഈ ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയ്ക്കിടയിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. തുടർ അറസ്റ്റുകൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി ശ്രീകാന്ത്.